വൈക്കം നഗരത്തിൽ പടിഞ്ഞാറേ ക്ഷേത്രഗോപുരത്തിന് സമീപം റോഡ് തകർന്നുണ്ടായ കുഴികൾ അപകട കാരണമാകുന്നു. പടിഞ്ഞാറേ നടയിൽ നിന്ന് തെക്കേ നടയിലേക്ക് തിരിയുന്ന രണ്ട് കൊടും വളവുകളിലാണ് ഈ അപകടസ്ഥിതി. തെക്കുഭാഗത്തായുള്ള വളവിൽ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികളിൽ ചാടി ഇരുചക്ര വാഹനക്കാരാണ് ദിവസേന ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. കുഴികളിൽ വീഴാതെ എതിർഭാഗത്തേക്ക് മാറുന്ന വാഹനങ്ങൾ വളവിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് അടിയിൽപ്പെടാതെ രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഒരു കുഴി ഒഴിവാക്കിയാൽ മറ്റൊരു കുഴിയിൽ വീഴുന്ന സ്ഥിതിയാണ് ഇരുചക്ര വാഹനയാത്ര ഇവിടെ ഏറെ അപകടകരമാകുന്നത്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളടക്കം കടന്നു പോകുന്ന വഴിയിൽ കാൽനടക്കാർ വളവ് കടക്കുന്നത് ജീവൻ കയ്യിൽ പിടിച്ചാണ്. കുഴിയിൽ വീണ് നിയന്ത്രണം വിടുന്ന വാഹനങ്ങളെ പേടിച്ചു വേണം ഇവിടെ കാൽനടക്കാർക്കും വഴി നടക്കാൻ. ഒരു ഫുട്പാത്ത് പോലും ഇല്ലാത്ത റോഡ് ഭാഗത്താണ് ഈ ഗുരുതരമായ അപകടസ്ഥിതി തുടരുന്നത്. നിരവധി ഭാരവാഹനങ്ങളടക്കം കടന്നു പോകുന്ന ഇവിടെ വാഹനങ്ങൾ കുഴിയിൽ ചാടുമ്പോൾ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾക്കടക്കം ബലക്ഷയമുണ്ടാകുന്നതായാണ് പരാതി ഉയരുന്നത്. മാസം മുമ്പ് റോഡാണ് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് നല്ല വളവും അതേപോലെ ബ്ലോക്കുകളും ഉള്ള നിറച്ച് വണ്ടികൾ വരുന്ന വാഹനം കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണ് വൈക്കം പടിഞ്ഞാറേ തെക്കേതട. അതുകൊണ്ട് എപ്പോഴും അപകടങ്ങളും സ്കൂൾ പിള്ളേരുടെ വാഹനങ്ങളും ഒക്കെ പോകുന്നതിന് വഴിയാണ്. പൊതുമരാമത്ത് ഓഫീസിനും നഗരസഭയ്ക്കും മൂക്കിന് താഴെയാണ് ഏറെ തിരക്കേറിയ വെച്ചൂർ റോഡിൽ ഒരു മാസമായി ഈ അപകടസ്ഥിതി തുടരുന്നത്. ഏറെ തിരക്കേറിയ ഈ റോഡിൽ കുഴികൾ കണ്ട് വാഹനങ്ങൾ വേഗത കുറയ്ക്കുന്നതോടെ ഗതാഗതക്കുരുക്കും രൂക്ഷമാകുകയാണ്. റോഡ് നന്നാക്കാൻ അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ വലിയ അപകട സാധ്യതയാണ് ഇവിടെയുള്ളതെന്ന് പ്രദേശവാസികളും ചൂണ്ടിക്കാട്ടുന്നു. ജനപ്രതിനിധികളടക്കം സ്ഥിരമായി കടന്നു പോകുന്ന ഈ റോഡിൽ ഇത്രയേറെ അപകടസ്ഥിതിയുണ്ടായിട്ടും നടപടിയെടുക്കാൻ ആരും തയ്യാറായിട്ടില്ലെന്നാണ് പരാതി ഉയരുന്നത്. ന്യൂസ് ടീം വൈക്കം വാർത്ത.